റവന്യൂവിൽ ഒരു സ്റ്റാഗ്നൻസി വന്ന സമയത്ത് ഒരു 4 to 5 months റവന്യൂവിൽ ഇൻക്രീസ് ഒന്നും ഇല്ലാതെ ഗ്രോത്ത് ഒന്നും ഇല്ലാതെ സ്റ്റാഗ്നൻസി വന്നൊരു സമയത്ത് നമ്മൾ ഒരുപാട് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു, നമ്മൾ ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്തു. അങ്ങനെ നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുള്ളൊരു പോയിന്റ്, ഇനി ഇൻ്റർവെൽ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സ് ഡെവലപ്പ് ആയാൽ മാത്രം പോരാ, ഫൗണ്ടേഴ്സിൻ്റെ കൂടെ തന്നെ സീനിയർ ആയിട്ടുള്ള മാനേജേഴ്സും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പം അവരെ അപ്സ്കിൽ ചെയ്യണം, അവർ കുറച്ചും കൂടി ഓണർഷിപ്പ് എടുക്കണം എന്നുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തി. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് OKR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് നമ്മളൊരു ടീം സെറ്റ് ചെയ്യുകയുണ്ടായി. ഗുഡ് ടു ഗ്രേറ്റ് എന്നായിരുന്നു ആ ടീമിൻ്റെ പേര്. അപ്പോൾ ഗുഡ് ടു ഗ്രേറ്റ് എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇൻ്റർവെല്ലിൽ ഗുഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിനെല്ലാം ഗ്രേറ്റ് ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോമൺ തീം സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ സെയിൽസ് ടീം എന്ത് ചെയ്തു, അവർ ഗുഡായിരുന്നു, അവരെ അപ്സ്കിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് അവർ ഓണർഷിപ്പ് എടുക്കുകയും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. നമ്മളുടെ HR പോളിസീസ് നമ്മുടെ HR ടീം ഒരുപാട് എഡിറ്റ് ചെയ്യുകയുണ്ടായി. കാരണം കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുകയും ഓണർഷിപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ HR പോളിസീസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നുള്ള റിയലൈസേഷൻ്റെ പുറത്ത് HR ടീമും ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർ ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്ത് പുതിയ പുതിയ പോളിസീസ്, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു ക്വാർട്ടറും ഈ ഒരു OKRും നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്.